എല്ലാവർക്കും ടെക് ഫോർ ബ്ലോഗിന്റെ കൃഷി ചലഞ്ചിന്റെ 16ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് ഔഷധ കുമ്പളങ്ങയുടെ വിത്താണ്. ഇത് എനിക്ക് തന്നത് നമ്മുടെ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ചിത്ര ചേച്ചിയാണ്. ഈ കുമ്പളങ്ങ കറി വെക്കാനും ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഔഷധ കുമ്പളങ്ങയുടെ വിത്ത് നട്ടു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 15ാം ദിവസത്തെ ചലഞ്ച് ഏറ്റെടുത്തവരുടെ ഫോട്ടോസും വീഡിയോസും കാണാം. നിങ്ങളുടെ ചലഞ്ച് വീഡിയോസ് അയക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നു. നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് കറ്റാർവാഴയും പിന്നെ ക്യാപ്സിക്കം നല്ല സൂചിയുള്ളതാണ് കേട്ടോ. നമ്മള് കറ്റാർവാഴ നട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാപ്സിക്കം നടാം. കുറച്ച് വെക്കുമ്പോൾ കേട്ടോ ഏറ്റവും നമുക്ക് ഇതിക്കിടാം. നമുക്ക് ഇത് കുഴിച്ചിടും. നമുക്ക് ബാക്കിയുള്ളത് ആ ചട്ടിലോട്ട് നടാം. കറ്റാർവാഴ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാ ഒഴിച്ചെടുക്കുന്നത്. ചെറിയ കപ്പിട്ടുള്ള സാധനങ്ങൾക്ക് ഇതൊഴിച്ചു കൊടുക്കാം. കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ടെറസിലുള്ള ചെടികൾ കാണിച്ചു തരാം. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. കണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് നടാൻ പോകുന്നത് ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇത് കുറേ ഉണ്ടാവാറുണ്ട്. രണ്ടിനാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഒന്ന് പഴുക്കുമ്പോൾ റെഡ് ആവുന്നതും വേറെ പഴുക്കുമ്പോൾ യെല്ലോ ആവുന്നതുമാണ്. പഴുക്കുമ്പോൾ ഞങ്ങൾ മേൽഭാഗം ഇട്ടിട്ട് ഇതിൽ പഞ്ചസാര നല്ല രസമാണ്. ഞങ്ങളെ വീടിൻ്റെ മുന്നിലാണ് പന്തലിട്ടിരിക്കുന്നത്. പന്തലിട്ട് പടർത്തിക്കൊണ്ട് രണ്ട് ഉപകാരമുണ്ട് ഞങ്ങൾക്ക്. വീടിന് മുന്നിൽ ഷെയ്ഡുമായി, പിന്നെ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് പറിച്ചെടുക്കാനും ചെയ്യും. നിലവിൽ ഞങ്ങളിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ 3 കടയാണുള്ളത്. ഈ തൈ ഞങ്ങൾ ചാക്കിൽ തന്നെയാണ് നടാൻ പോകുന്നത്. എല്ലാവർക്കും ബൈ. ചേട്ടന്റെ ചടങ്ങിന് എതിർത്തു ഞാൻ നടാൻ പോകുന്നത് അഴുത്താണ്. വരട്ടെ. എവിടുന്നാ വിത്ത് കിട്ടിയത്? നമുക്ക് ഇനി കറിക്ക് ഇരിക്കാം. ആശാൻസൊപ്പം നടമുണ്ട്. പനി കുടിക്കാതെ ചെടികളാണ് നടാം.
ഇന്ന് നടാൻ പോകുന്നത് ഇഞ്ചിയും മഞ്ഞളുമാണ്. ഞങ്ങൾ ഇഞ്ചി നട്ടു, ഇനി നടാനുള്ളത് മഞ്ഞളാണ്. ഇത് ഞങ്ങൾക്ക് തന്നത് വീണ ചേച്ചിയാണ്. വീണ ചേച്ചിക്ക് 2 തവണ കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുർക്കുമിൻ വളരെ കൂടുതലാണ്. പിന്നെ ഇത് ആയുർവേദത്തിലെ ഒരു മെയിൻ ഘടകമാണ്. പിന്നെ സൗന്ദര്യത്തിനും ഇത് ഉപയോഗിക്കും. മഞ്ഞൾ എല്ലാ കറികൾക്കും ഉപയോഗിക്കും. മഞ്ഞൾ ഒരു ആയുർവേദ ആന്റിബയോട്ടിക് കൂടിയാണ്. പിന്നെ ചെടികളിൽ ഉറുമ്പ് വരാതിരിക്കാനോ അങ്ങനെ പ്രാണികൾ വന്ന് ഇല കൊത്തിക്കളയാതിരിക്കാനോ മഞ്ഞൾ പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളമോ തളിക്കാറുണ്ട്. ആ കൂട്ടുകാരെ എനിക്ക് കുറച്ച് വെണ്ട തൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അത് നടാം. ഇന്നത്തെ എന്റെ കൃഷി അതാണ് ട്ടോ. ഇത് ചൂരപ്പെട്ടി ആണ്ടിക്കുഞ്ഞ് മകൻ വിജയപ്പൂപ്പനാണ്. അപ്പൂപ്പന്റെ മരുമോളും കൂടിയാണ് കൃഷി ചെയ്യുന്നത്. മരുമോളുടെ പേരാണ് ഷാരി. എൻ്റെ പേര് റേനിൽ. അച്ഛൻ ദുബായില. ഞാനും കിച്ചും ഒരേ ക്ലാസ്സിലാണ് കൂട്ടമായിട്ട് ചെയ്യുന്ന കൃഷിയാണ്. പയറ്, വെണ്ട, ചീര, മത്തനും കുമ്പളം. കുറ്റിപ്പയറാണ് നട്ടേക്കണത്. ഇന്നലെ കുറച്ച് പൊട്ടിച്ചു. 2 നേരം ഇവിടെ വരുമ്പോൾ മനസ്സിനും സന്തോഷമാണ്, തൃപ്തിയാണ് ചെയ്യുന്നത്. ഇനി 17-ാം ദിവസത്തെ കൃഷി ചലഞ്ച് വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം കിച്ചു.